ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്ത് കാണിക്കുന്നത് കിണറ്റിൽ വെള്ളം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫ് ആവും വേണം. ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫ് ആവും വേണം. ഇങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവണം. കിണറ്റിൽ വെള്ളം കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവാനും പാടില്ല. അതിൻ്റെ കണക്ഷനാണ് ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ട് 2 ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു ഫ്ലോട്ട് സ്വിച്ച് ഉണ്ടായതുകൊണ്ട് ഒരു ഫ്ലോട്ട് സ്വിച്ചിൻ്റെ പകരം ഞാൻ 2-way സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ അതേ കണക്ഷൻ തന്നെയാണ് ഈ 2-way സ്വിച്ചിന് വരില്ല. ഈ 2-way സ്വിച്ചിൻ്റെ അതേ കണക്ഷനാണ് ഈ ഫ്ലോട്ട് സ്വിച്ചിന് വരിക. അതിന് പകരം ഞാൻ ഒരു 2-way സ്വിച്ചാണ് എടുത്ത് കാണിക്കുന്നത്. സപ്ലൈ കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കോഡ് വയർ എടുത്തിട്ടുണ്ട്, ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോണ്ടാക്റ്റിൽ എങ്ങനെ ഇതിനെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2-pin കോഡ് വയറിലുള്ള ഫേസ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത് 2-way സ്വിച്ചിൻ്റെ അടിയത്തെ പോളിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2-pin കോഡ് വയറിൻ്റെ ന്യൂട്രൽ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ബ്ലാക്ക് വയറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 2-way സ്വിച്ചിൻ്റെ സെൻട്രത്തെ പോളിൽ നിന്ന്, അതായത് ഫേസ് വയർ കോണ്ടാക്റ്റിൻ്റെ കോയിലിൻ്റെ ഫേസ് വയർ ആയിക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ റെഡ് വയറിൽ നിന്ന്, അതായത് ന്യൂട്രൽ വയർ കോണ്ടാക്റ്റിൻ്റെ കോയിലിക്ക് ന്യൂട്രൽ ആയിക്കാണ്ട് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ കോണ്ടാക്ട്